ഞാൻ വിശ്വസിക്കുന്നത് 5 സംസ്കാരങ്ങളിൽ നിന്നാണ്. ഒന്ന് ഗോത്ര സംസ്കാരം. വയനാട് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ വരുന്നത് ഒരു ഗോത്രങ്ങളുടെ മുഖമാണ്, പ്രത്യേകിച്ചും ST ഗോത്രങ്ങളുടെ മുഖം. ട്രൈബൽ ഗോത്രങ്ങളുടെയാണ് 2 ഗോത്രങ്ങളുണ്ട്, ട്രൈബൽ ഗോത്രവും ട്രൈബൽ അല്ലാത്ത ഗോത്രവും. ഇപ്പം ജൈൻസൊക്കെ ഗോത്രമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഗോത്രം എന്നുള്ളത് കൊണ്ട് വലിയ സമൂഹമല്ല. നമ്മുടെ ഇടക്കാലത്ത് വയനാട്ടിലേക്ക് കുഴിയപ്പെടുന്ന നായർ സമുദായവും അതേപോലെ തന്നെ മുസ്ലിം സമുദായം പോലും എൻ്റെ കണക്കൂട്ടിൽ ഗോത്രമാണ്. അവർക്ക് അവരുടേതായ കൾച്ചറും അവർ വന്ന സാഹചര്യങ്ങളും അവരിവിടെ ഉണ്ടാക്കിയെടുത്ത ഭൗതിക സാഹചര്യവും ഇത് ഗോത്രത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് വയനാട്ടിൽ ഏറ്റവും കൂടുതൽ സമ്പന്നത ഉണ്ടായിരുന്നത് ഒരു ഗോത്ര സംസ്കാരം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഉണ്ടായിരുന്നു. ഏകദേശം 60% വയനാടിൻ്റെ വനമാണ്. ഒരു സമ്പന്നമായ വന സംസ്കാരം ഉണ്ടായിരുന്നു, വയനാടിനുണ്ടായിരുന്നു. അത് ഞാൻ ചേകാടിക്ക് തന്നെയാണ് വരുന്നത്, എൻ്റെ കൊച്ചു ഗ്രാമത്തിലേക്ക് തന്നെയാണ് വരുന്നത്. അതിൻ്റെ ഹിസ്റ്റോറിക് ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്കറിയാം. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിലെവിടെയെങ്കിലും നദീനദ സംസ്കാരം ഉണ്ടാകുന്നത് പുഴയുമായിട്ട് ബന്ധം. പുഴയില്ലാതെ മനുഷ്യനും മൃഗങ്ങൾക്കോ അല്ലെങ്കിൽ ജീവജാലങ്ങൾക്കോ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ.